ഓക്കെ, അടുത്ത നമ്മുടെ 77ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അല്ല 75 വരെ അല്ലേ നമ്മൾ ചെയ്തത്? ഏതുവരെ ചെയ്തത്? 75 ചെയ്തില്ല അല്ലേ? ഓക്കെ, അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 75ാമത്തെ ക്വസ്റ്റ്യൻ, സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? ഏതാണ് ബുദ്ധി? അതായത് നമ്മുടെ ശക്തി ദൗർബല്യങ്ങൾ നമുക്കറിയാം. എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും, എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റത്തില്ല, ഞാൻ ഇന്ന കാര്യത്തിൽ മിടുക്കനാണ്, ഇന്ന കാര്യത്തിൽ എനിക്ക് കുറച്ച് കഴിവ് പുറകോട്ടാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും നമ്മുടെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധിയിലേക്ക് എത്തുവാനും സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? ആന്തരിക വൈറ്റ് ബുദ്ധിയാണോ, വ്യക്തിയാന്തര ബുദ്ധിയാണോ, ശാരീരിക ചലനപര ബുദ്ധിയാണോ, അതോ യുക്തി ചിന്താപരവും ഗണിതപരമായിട്ടുള്ള ബുദ്ധിയാണോ? ഏതാണ്? നമ്മുടെ ആന്തരിക വൈയക്ത ബുദ്ധി അല്ലേ? അതായത് നമ്മുടെ ആന്തരികമായിട്ടും അതുപോലെ തന്നെ വൈവ്യക്തമായിട്ടും വേണ്ട ബുദ്ധിയാണ് നമ്മുടെ സ്വന്തം ശക്തി ദൗർബല്യങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധിയിലേക്ക് എത്തിക്കുന്ന ബുദ്ധി വിശേഷണം എന്ന് പറയുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ വന്നത് ഏത് ഭാഗത്തു നിന്നാണ്? ഈ കിടക്കുന്ന ഓപ്ഷനിൽ ഏത് ഭാഗത്തു നിന്ന് വന്നാ? ഈ ഓപ്ഷനിൽ ആരുടെ വാക്കുകളാണ്? നമ്മുടെ ആരുടെയാ? ഹൊവാർഡ് ഗാർഡനർ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ MI അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി കേട്ടോ, ഇതൊക്കെ അതിൻ്റെ പേരാണ്. എന്താണ്? MI മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അഥവാ ബഹുമുഖ ബുദ്ധി. ഇതൊക്കെ കണ്ടുപിടിച്ച ഹൊവാർഡ് ഗാർഡനർ അല്ലേ? ഹൊവാർഡ് ഗാർഡനറുടെ സിദ്ധാന്ത പ്രകാരം 9 തരത്തിലുള്ള ബുദ്ധി വിശേഷണങ്ങൾ നമുക്കുണ്ട്. ആ 9 ബുദ്ധി വിശേഷണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേതെങ്കിലും ഒക്കെ ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദ്യം കണ്ടോ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു ചോദ്യം കാണുമെന്ന് ഉറപ്പാണ്. കാരണം അതുപോലെ ഇന്നത്തെ നമ്മുടെ പാഠ്യപദ്ധതി രീതിയിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടൻ്റാണ് ഈ പറഞ്ഞ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹൊവാർഡ് ഗാർഡനർ ബഹുബുദ്ധി. അതിൻ്റെ അകത്ത് ഹൊവാർഡ് ഗാർഡനർ പറഞ്ഞു വെച്ചാണ് ഒരു വ്യക്തിയിൽ ഒരു തരത്തിലുള്ള ബുദ്ധി മാത്രമല്ല കാണുന്നത്, പകരം ഒന്നിലധികം ബുദ്ധിവിശേഷണങ്ങൾ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധി ഉണ്ടായിരിക്കുമ്പോൾ ആ ഓരോ ബുദ്ധിക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. ഇനി ആ ബുദ്ധി ഇല്ലെങ്കിൽ കുട്ടികളിൽ ആ ബുദ്ധി ഇല്ലെങ്കിൽ അധ്യാപകരായ നമ്മൾ എങ്ങനെ ആ ഒരു ബുദ്ധി കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം, അതിനെന്തൊക്കെ പ്രവർത്തനങ്ങൾ നൽകണമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഹൊവാർഡ് ഗാർഡനർ തൻ്റെ തിയറിയിലൂടെ പറയുന്നുണ്ട്. ഹൊവാർഡ് ഗാർഡനർ തൻ്റെ തിയറിയിലൂടെ പറയുന്ന 9 ബുദ്ധിവിശേഷണങ്ങൾ ഇവയൊക്കെയാണ് നമ്മുടെ ഇതിനകത്തുണ്ട്. ബഹുമുഖ ബുദ്ധി ഹൊവാർഡ് ഗാർഡനറാണ് ഇതിൻ്റെ വക്താവ് എന്ന് പറയുന്നത്. ഇനിയും ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുണ്ട്, യുക്തിചിന്താപരവും ഗണിതപരമായിട്ടുള്ള ബുദ്ധിയുണ്ട്, അതുപോലെ തന്നെ ദൃശ്യസ്ഥലപര ബുദ്ധിയുണ്ട്, ശാരീരിക ചലനപര ബുദ്ധിയുണ്ട്, സംഗീതപരമായിട്ടുള്ള ബുദ്ധിയുണ്ട്, വ്യക്തിയാന്തര ബുദ്ധിയുണ്ട്, അതുപോലെ തന്നെ ആന്തരിക വ്യക്തി ബുദ്ധിയുണ്ട്, അതുപോലെ തന്നെ പ്രകൃതിതരമായിട്ടുള്ള ബുദ്ധിയുണ്ട്, അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധികളുണ്ട്. ഇങ്ങനെ 9 ബുദ്ധിവിശേഷണങ്ങളാണ് നമ്മുടെ ഹൊവാർഡ് ഗാർഡനർ മുമ്പോട്ട് വെക്കുന്നത്. അതിലൊന്നാമത്തെയാണ് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി. നമ്മുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ബുദ്ധി എന്ന് വേണം പറയാം. അതായത് നമ്മുടെ ഭാഷാപരമായിട്ട് നമ്മൾ നേടിയെടുക്കുന്ന കഴിവുകൾ. ഇപ്പം നമ്മുടെ നമ്മുടെ എഴുതുവാൻ, അതുപോലെ തന്നെ നല്ലപോലെ വർത്തമാനം പറയുവാൻ, അതുപോലെ നല്ലപോലെ പ്രസംഗിക്കുവാൻ, നല്ലപോലെ സാഹിത്യ രൂപത്തിൽ നമ്മൾ നിരൂപണങ്ങളൊക്കെ തയ്യാറാക്കാൻ, ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിവിശേഷണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞ പേരാണ് ഭാഷാപരമായ ബുദ്ധിയുള്ളവർ എന്ന് പറയുന്നത്. ഇനി ഇതില്ലാത്തവർക്ക് നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുക്കാം. ഏതൊക്കെയാണ്? സംവാദങ്ങളിൽ ഏർപ്പെടാനായിട്ട്, ചർച്ചകളിൽ ഏർപ്പെടാനായിട്ട്, സെമിനാറുകൾ നടത്താനായിട്ട്, പ്രഭാഷണങ്ങൾ നടത്താനായിട്ട്, അഭിമുഖങ്ങൾ നടത്താനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവർക്ക് കൊടുത്താൽ, നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ അവർ ഈ പറഞ്ഞ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയിൽ അവർ പ്രാവീണ്യം നേടും. അടുത്ത ബുദ്ധിയാണ് യുക്തി ചിന്താപരവും ഗണിതപരമായിട്ടുള്ള ബുദ്ധി. അതായത് യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും അതുപോലെ തന്നെ ആശയങ്ങളെ പരസ്പരം ബന്ധം കണ്ടെത്തുന്നതിനും അമൂർത്ത ചിന്തനത്തിന് കഴിയുന്നതിനും ഉതകുന്ന ബുദ്ധിയാണ് നമ്മുടെ യുക്തി ചിന്താപരവും ഗണിതപരമായിട്ടുള്ള ബുദ്ധി. അതായത് നമ്മുടെ പസിൽസുകളൊക്കെ സോൾവ് ചെയ്യുക, നമ്മുടെ അതുപോലെ തന്നെ ചെറിയ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുക, ചെറിയ ചെറിയ സന്ദർഭങ്ങളെ നമ്മൾ നേരിടുക, അതുവരെ നമ്മൾ പ്രശ്നത്തിലൂടെ ഏർപ്പെട്ട് നമ്മളൊരു നല്ല നിഗമനത്തിലെത്തുക. ഇതൊക്കെയാണ് ഈ പറഞ്ഞ യുക്തി ചിന്താപരവും ഗണിതപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്. അത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് കുട്ടികളിൽ വികസിച്ച് വരുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്
ചാർട്ടുകളും ഗ്രാഫുകളും എന്നിവയൊക്കെ തയ്യാറാക്കുവാനും പാറ്റേണുകളൊക്കെ തയ്യാറാക്കാൻ, പരസ്പര ബന്ധം കോറിലേഷനൊക്കെ കണ്ടുപിടിക്കാനായിട്ട്, അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് അഥവാ പ്രശ്നപരിഹരണം നടത്തുവാനൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? കുട്ടികളിൽ യുക്തി ചിന്താപരവും ഗണിതപരമായിട്ടുള്ള ബുദ്ധി നടക്കും. ഓക്കെ, അടുത്ത തരത്തിലുള്ള ബുദ്ധിയാണ് നമ്മുടെ ദൃശ്യസ്ഥലപര ബുദ്ധി. നമ്മുടെ എൻജിനീയേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഈ വീട് പണിയുന്നവർക്കും ആർക്കിടെക്റ്റിനും ഒക്കെ ഉള്ളതാണ് ഈ പറഞ്ഞ ദൃശ്യസ്ഥലപര ബുദ്ധി. അതായത് ഇപ്പോൾ ഒരു ചാർട്ട് പേപ്പർ നിങ്ങൾ കിട്ടുവാണെങ്കിൽ ആ ചാർട്ട് പേപ്പർ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം അല്ലേ? ചില എഴുതുവാണെങ്കിൽ ആ ചാർട്ട് പേപ്പറിൻ്റെ നടുക്ക് എഴുതിയാൽ ഒരു ഭംഗി കാണത്തില്ല അല്ലേ? പക്ഷേ ചില എഴുതിയാൽ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ ആ ചാർട്ട് പേപ്പറിൻ്റെ അളവൊക്കെ ഒരു മനസ്സിൽ കണ്ടുകൊണ്ട് നല്ല രീതിക്ക് അതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കും. അവിടെ ഒരു എന്തുണ്ട്? ദൃശ്യസ്ഥലപര ബുദ്ധിയുണ്ട്. അതായത് ഒരു ദൃശ്യം വഴി നമ്മൾ ആ സ്ഥലത്തെ വിലയിരുത്തി അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു വീട് പണിയാൻ നിലവില്ലേ, നമ്മുടെ ഇത്ര സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 10 സെൻറ്റിൽ എത്ര നല്ല പോലെ ആ വീടുകൾ മാക്സിമം നമ്മൾ പണിയാം. ഇതൊക്കെ വരുമ്പോൾ ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് എഴുതുക. കണ്ടോ? വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിനും ഭാവനയിൽ കാണുന്നതിനും മനോചിത്രണം നടത്തുന്നതിനും ഒന്നിൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അതിൻ്റെ സവിശേഷതകൾ രൂപാന്തരം എന്നിവയൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനുള്ള ബുദ്ധിക്ക് പറയുന്ന പേരാണ് ദൃശ്യസ്ഥലപര ബുദ്ധി. അത് കുട്ടികളുണ്ടായിട്ട് നമുക്ക് നിറം കൊടുക്കാം, കൊളാഷ് നിർമ്മിക്കാം, പോസ്റ്ററുകൾ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നിറങ്ങളെ സംയോജിപ്പിക്കാം, ചിത്രരചന നടത്താം. ഇങ്ങനെയൊക്കെ നമുക്ക് ദൃശ്യസ്ഥലപര ബുദ്ധി കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരാം. അടുത്താണ് ശാരീരിക ചലന ബുദ്ധി. എന്താണ്? നമ്മുടെ ഡാൻസ് കളിക്കുവാനും അതുപോലെ തന്നെ ആക്ടിങ്ങും അല്ലേ, ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ പറഞ്ഞ ശാരീരിക ചലനപര ബുദ്ധി. അതായത് നമ്മുടെ ഒരാളുടെ ശരീരത്തെ അതിൻ്റെ ഉയർന്ന സാധ്യതകളിലേക്ക് കൊണ്ടുവരിക, നല്ലപോലെ നൃത്തം ചെയ്യുകയും അല്ലേ, അതുപോലെ നല്ലപോലെ ഡാൻസുകളും അതുപോലെ നമ്മുടെ ഭരതനാട്യം അതുപോലെ നമ്മുടെ കുച്ചിപ്പുടി, നമ്മുടെ തിരുവാതിര ഇതുപോലെയൊക്കെയുള്ള നല്ല മെയ്വഴക്കമുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നടനം, അതുപോലെ തന്നെ ഈ പറഞ്ഞ നടന്മാർ നടിമാർ അല്ലേ, എന്നാ മെയ്വഴക്കമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ എന്നാ അഭിനയം, ഇതൊക്കെ വരുമ്പോൾ അവിടെ ശാരീരിക ചലനപര ബുദ്ധിയാണ് അവരിലുള്ളത്. അതുപോലെ നമ്മുടെ ഓട്ടക്കാർ, അതുപോലെ നമ്മുടെ അത്ലറ്റിക്സ്, അതുപോലെ നമ്മുടെ കായിക പരമായിട്ട് എല്ലാ മേഖലയിലുള്ള വ്യക്തികൾക്ക് ഇവരൊക്കെ ഈ ശാരീരിക ചലനപര ബുദ്ധിയാണ് അവർക്കുള്ളത്. അങ്ങനെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഈ ബുദ്ധിവിശേഷം വളർത്തുവാനായിട്ട് എന്ത് ചെയ്യിക്കാം? കളികളിൽ ഏർപ്പെടാൻ കൊടുക്കാം, പരീക്ഷണങ്ങൾ കൊടുക്കാൻ പറയാം, അനുകരണങ്ങൾ കൊടുക്കാം, അഭിനയങ്ങൾ കൊടുക്കാം, അതുപോലെ തന്നെ ഒരു പാഠത്തിൻ്റെ നാടകീകരണമൊക്കെ നമുക്ക് വേണേൽ കൊടുക്കാം. പിന്നെ കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളെ നമ്മുടെ പീരീഡിലാണെങ്കിൽ പോലും ഒരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഡ്രില്ലിന് വിടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ ശാരീരിക ചലനപര ബുദ്ധി വളർത്തുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശത്തോടു കൂടിയാണ്. അടുത്താണ് സംഗീതപരമായിട്ടുള്ള ബുദ്ധി. നമ്മുടെ യേശുദാസ്, KS ചിത്ര അല്ലേ, ഇതുപോലുള്ള വ്യക്തികളിൽ നമ്മൾ കാണപ്പെടുന്നതാണ് സംഗീതപരമായിട്ടുള്ള ബുദ്ധി. എന്ത് രസമായിട്ട് പാടുപെടുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ ഫ്ലവേഴ്സ് സിംഗേഴ്സൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ ചിലപ്പോൾ കൊച്ചുങ്ങൾ വന്ന് പാടുന്ന കണ്ടില്ലേ, എന്ത് രസമായിട്ട് നമ്മളവിടെ കേട്ടിരുന്നു പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ സംഗീതപരമായിട്ട് ഉള്ള ബുദ്ധിവിശേഷണമാണ് ഈ പറഞ്ഞ സംഗീതപരമായിട്ടുള്ള ബുദ്ധി എന്നുകൊണ്ട് പറഞ്ഞത്. അത് നമുക്ക് വളർത്തുവാനായിട്ട് കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങളാണ് ഈണം കണ്ടെത്താനും താളം കണ്ടെത്താനും അതുപോലെ തന്നെ നമ്മുടെ താളാത്മക ചലനത്തിൽ നമ്മൾ ആടാനും പാടാനും ഒക്കെ വരുന്നത് ഈ പറഞ്ഞ സംഗീതപരമായിട്ടുള്ള ബുദ്ധിക്ക് അത് വരുന്നതാണ്. പിന്നെയുള്ളതാണ് വ്യക്തിയാന്തര ബുദ്ധി. അതായത് മനുഷ്യനൊരു സമൂഹ ജീവി ആയതുകൊണ്ട് തന്നെ സമൂഹവുമായിട്ട് ഇടപെടുമ്പോൾ തൻ്റെ വികാരങ്ങളെപ്പോലെ അപരൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിലകൊള്ളുക, അവരുടെ വികാരങ്ങളും തൻ്റേതാണെന്ന രീതിയിൽ ഇല്ലേ, അവരുടെ സങ്കടം തൻ്റെ സങ്കടം, അവരുടെ സന്തോഷം തൻ്റെയും സന്തോഷം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ട് പോകുന്നതിന് പറഞ്ഞ പേരാണ് വ്യക്തിയാന്തര ബുദ്ധി. അത് നമുക്ക് കുട്ടികളിൽ വളർത്തിയെടുക്കുവാനായിട്ട് സഹകരണ സഹൽമാക്ക പ്രവർത്തനങ്ങൾ കൊടുക്കാം അല്ലേ, ക്ലാസ്സുകളിൽ ഗ്രൂപ്പ് തിരിക്കുക, അതുപോലെ തന്നെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ കൊടുക്കാം. ഇനി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങൾ നോക്കിക്കാണാൻ ശ്രമിക്കാം. ഇനി പരസ്പരം നമുക്ക് വിലയിരുത്താം. ഇങ്ങനെയൊക്കെ നമുക്ക് വ്യക്തിയാന്തര ബുദ്ധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്താണ് ആന്തരിക വ്യക്തിബുദ്ധി. കണ്ടോ, ചോദ്യത്തിൻ്റെ സെൻറ്റൻസ് അതേപടി കിടക്കുന്നുണ്ടോ? സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് വരുവാനും സ്വത്ത് സാക്ഷാത്കാരത്തിനുള്ള കഴിവാണ് ആന്തരിക വ്യക്തിബുദ്ധിയുടെ സംജാതമാകുന്നത്. ഇതല്ലേ പരീക്ഷയ്ക്ക് അതേപടി ചോദിച്ചത്. കണ്ടോ, സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് വരുവാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി കണ്ടോ, ആന്തരിക വ്യക്തിബുദ്ധി. അതായത് നമുക്ക് സ്വയമേ ഉണ്ടായിരിക്കേണ്ടതാണ്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്നിൽ എന്തൊക്കെ കഴിവുണ്ട്, എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റും, എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റില്ല, ഈ പറ്റാത്ത കാര്യങ്ങളെ എങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ
ഫലപ്രദമായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുക്കാം എന്നൊക്കെ നമ്മൾ സ്വയമേ വിധിന്നം ചെയ്യും, അല്ലെങ്കിൽ സ്വയമേ നമ്മൾ വിലയിരുത്തും, അല്ലെങ്കിൽ സ്വയമേ നമ്മൾ ചിന്തിക്കും. ആ ഒരു ബുദ്ധിക്ക് പറയുന്ന പേരാണ് ആന്തരിക വ്യക്തിബുദ്ധി. ശരിയല്ലേ? ഇപ്പം നമുക്ക് പരീക്ഷ എടുത്തുകൊണ്ട് തന്നെ ക്ലാസ്സുകളിൽ കൂടുതൽ പേര് കയറുന്നു. നിങ്ങളിൽ എന്തുണ്ട്? ഒരു ആന്തരിക വ്യക്തിബുദ്ധിയുണ്ട്. പഠിക്കണം, പാസ്സാകണം, ജയിക്കണം, ജോലിക്ക് വരണം. ഇതൊക്കെ എന്താണ്? ഒരു ആന്തരിക വ്യക്തിബുദ്ധിയുടെ എക്സാമ്പിളാണ് ഈ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് ജേർണലുകൾ വായിക്കാൻ, വായനാക്കുറിപ്പ് തയ്യാറാക്കാൻ, സർഗാത്മകത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, സംവാദത്തിൽ ഏർപ്പെടാൻ, ചർച്ചയിൽ ഏർപ്പെടാൻ. ഇതൊക്കെ നമ്മുടെ ആന്തരിക വ്യക്തിബുദ്ധിയെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി. പ്രകൃതി അറിയുക, സ്നേഹിക്കുക, വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുക, അതുപോലെ തന്നെ മൃഗങ്ങളെ സ്നേഹിക്കുക, അവയെ നമ്മൾ പരിപാലിക്കുക. ഇതൊക്കെയാണെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധിക്കകത്ത് വരുന്നതാണ്. അതിന് വേണമെങ്കിൽ നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് പ്രകൃതിയുള്ള നിരീക്ഷണം, സസ്യജന്തുജാലികളുടെ സവിശേഷതകൾ നമ്മൾ തിരിച്ചറിയുക, പ്രകൃതി വസ്തുക്കളെ നമ്മൾ തരംതിരിക്കുക, പക്ഷിമൃഗാദികളുമായിട്ട് നമ്മൾ സംബന്ധിക്കുക, കൃഷി വിദഗ്ധമായിട്ടുള്ള അഭിമുഖം നടത്തുക. ഇതൊക്കെ നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി വളർത്തുവാൻ പറ്റുന്നതാണ്. അടുത്താണ് അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി. എന്താണ്? നമ്മുടെ മിക്കവരിലും നമ്മുടെ ഗാന്ധിജി അല്ലേ, അതുപോലുള്ള വ്യക്തികളൊക്കെ നമ്മൾ മെയിനായിട്ട് കാണുന്നതാണ് ഈ പറഞ്ഞ അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി. ഞാൻ ആരാണ്, ഹൂ ആം ഐ, അല്ലെങ്കിൽ ഞാൻ ആര് എന്ന ചോദ്യത്തിന് നമ്മൾ സ്വയമേ ഉത്തരം കണ്ടെത്തി നമ്മുടെ ജീവിത വിജയം നേടുക. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ടോ? തത്വശാസ്ത്രപരമായ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ നിലനിൽപ്പ്, അസ്തിത്വം എന്നിവ പരിശോധിക്കുന്നതിനുള്ള കഴിവാണ് ഇത് പരിഗണിക്കുന്നത്. ഞാൻ ആരാണ്, ഹൂ ആം ഐ, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണ്, ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, തുടങ്ങിയ ചോദ്യങ്ങൾക്ക് തൻ്റേതായ രീതിയിൽ ഉത്തരങ്ങളും വ്യാഖ്യാനങ്ങളും നൽകാനായിട്ട് ഈ ഒരു ബുദ്ധിവിശേഷങ്ങൾ കഴിയണം. അതായത് നല്ലപോലെ ജീവിക്കുക. മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ കോൺസെപ്റ്റ് വെച്ചാണെങ്കിൽ നമ്മളെന്താ ഹെവനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നരകമുണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പം ഇങ്ങനെയുള്ളതിലേക്ക് പോകാൻ നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം, ഞാൻ ഈ ജീവിതത്തിലേക്ക്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, എന്നെക്കൊണ്ട് ആർക്കൊക്കെ പ്രയോജനങ്ങളുണ്ട്, ഞാൻ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, ഇങ്ങനെ എന്താണ് അസ്തിത്വപരമായിട്ട് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് അസ്തിത്വപരമായ ബുദ്ധി. ഇത് മെയിനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മഹാത്മാഗാന്ധി അല്ലേ. സ്വന്തം ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ച അല്ലേ, നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് മിക്കവരും ഈ പറഞ്ഞ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ച വ്യക്തികളാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ബുദ്ധി നമ്മുടെ കുട്ടികളിൽ വളർത്തുവാൻ നമുക്ക് ചെയ്യാവുന്നതാണ്. മഹത് വചനങ്ങൾ കേൾപ്പിക്കുക. നമുക്ക് പറയത്തില്ല, നമ്മൾ മിക്കപ്പോഴും സ്റ്റാറ്റസിലൊക്കെ നമ്മൾ ഇടുന്നത് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വാട്സാപ്പിലാണ് നമ്മൾ നമ്മുടെ വാട്സാപ്പിൻ്റെ എല്ലാം എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് അല്ലേ, എല്ലാവരുടെയും ഒരു ചാറ്റ് കാണുമ്പോൾ പേഴും അതിൻ്റെ താഴെ നമ്മളൊരു കോട്ട് എഴുതിയിടും അല്ലേ. അതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണ്? നമുക്ക് പലയിടത്തു നിന്നായിട്ട് കിട്ടുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ദിനാചരണങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്, അതുപോലെ തന്നെ അനുസ്മരണങ്ങൾ നമ്മൾ നടത്തുന്നത്, അതുപോലെ തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും നന്മയെ കണ്ടെത്തുക അല്ലേ. എല്ലാവരും ഇപ്പം മനുഷ്യൻ എന്താണ് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ തിന്മയിലേക്കാണ് ഓടി ഓടി തീരുന്നത്. പകരം മറിച്ച് എങ്ങോട്ട് കണ്ടെത്തണം? നമ്മൾ നന്മ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അതുപോലെ തന്നെ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനുമുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. പിന്നെ അസംബ്ലി, ക്ലബ്ബ് പ്രവർത്തനങ്ങളിലൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏർപ്പെടുന്നതൊക്കെ ഈ പറഞ്ഞ അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി വളരുവാൻ സഹായിക്കും. അപ്പോൾ ഇതിൽ 9 ഇമ്പോർട്ടൻ്റ് ആണ്. 9 പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇതിൽ നിന്നൊരു ചോദ്യം ഷുവറായിട്ടും ചോദിക്കും. അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ പറ്റുന്ന മറ്റു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഉസൈൻ ബോൾട്ടിൽ കണ്ടുവരുന്ന ബഹുമുഖ ബുദ്ധിയിലുള്ളത് ഏതാണ്, അല്ലെങ്കിൽ KS ചിത്രയിലുള്ളത് ഏതാണ്, ഇങ്ങനെ ഓരോ വ്യക്തികളെ വെച്ചാണെങ്കിലും ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ആൾക്കാരിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റീഷ്യൻസിൽ കാണപ്പെടുന്ന ബുദ്ധിവിശേഷണങ്ങൾ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ONV കുറുപ്പ്, വൈലോപ്പള്ളി അല്ലേ, ആശാനുള്ളൂർ, വള്ളത്തോൾ, ഇവരിലൊക്കെ കാണപ്പെടുന്ന ബുദ്ധിവിശേഷങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ എഴുത്തുകാരന്മാരിൽ അല്ലെങ്കിൽ ഗ്രന്ഥകാരന്മാരിലൊക്കെ കാണപ്പെടുന്ന ബുദ്ധിവിശേഷണങ്ങൾ ഏതാണ്. അപ്പം അതനുസരിച്ച് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കണം ഓരോ ബുദ്ധിവിശേഷണം എന്താണെന്നും, അതുപോലെ തന്നെ ഇത് നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നൽകാമെന്നും ഓർത്തിരിക്കണം. ക്ലിയർ ആയില്ലേ? ഇതാണ് നമ്മുടെ ഹൊവാർഡ് ഗാർഡനർ കണ്ടുപിടിച്ച ബഹുമ ബുദ്ധി, അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അഥവാ MI എന്നുകൊണ്ട് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഒരു ചോദ്യം അവിടെ നിന്ന് വരും. അപ്പോൾ ഈ കണ്ടതെല്ലാം നമ്മൾ പഠിച്ചു. വ്യക്തിയാന്തര ബുദ്ധി എന്ന് വെച്ചാൽ ഒരു വ്യക്തി മനുഷ്യൻ അല്ലേ തൻ്റെ വികാരങ്ങൾ പോലെ മറ്റുള്ള വികാരങ്ങളൊക്കെ മനസ്സിലാക്കി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാന്തര ബുദ്ധി. ശാരീരിക ചലന ബുദ്ധി എന്താണ്? ശരീരത്തെ അതിൻ്റെ എന്താണ് നമ്മുടെ ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുവന്ന് അഭിനയം, നാടകം, നാടകീകരണം, അതുപോലെ തന്നെ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഡാൻസുകാർ, നൃത്തം വെക്കുന്നവർ, അതുപോലെ തന്നെ സ്പോർട്സിൽ ഏർപ്പെടുന്നവരിലൊക്കെ കാണപ്പെടുന്നതാണ് ശാരീരിക ചലന ബുദ്ധി. പിന്നെ യുക്തി എന്തായാലും ഗണിതപരമായിട്ടുള്ള ബുദ്ധി എന്ന് വെച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം അപഗ്രഥിച്ച് നിഗമനത്തിലെത്തി ശരിയായ രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ് യുക്തി എന്തായാലും ഗണിതപരമായിട്ടുള്ള ബുദ്ധി എന്നുകൊണ്ട്
അർത്ഥമാക്കുന്നത്. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഒരാശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ഉദ്ഗ്രഥന രീതിയാണോ, വിഷയാധിഷ്ഠിത രീതിയാണോ, രേഖീയ രീതിയാണോ, ചാക്രിക രീതിയാണോ? അതായത് ഒരു ആശയം അതിൻ്റെ വിവിധ തലങ്ങൾ എന്താണ് വ്യത്യസ്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കണം. ഇപ്പം നമ്മളൊരു ആശയം എടുത്തു, വെള്ളം എന്ന് പറഞ്ഞ ആശയം എടുക്കുകയാണ്. 1-ാം ക്ലാസ്സിൽ നമ്മൾ ചെല്ലുമ്പോൾ പറയും, മക്കളെ നിങ്ങൾ മഴ നനഞ്ഞിട്ടുണ്ടോ, അല്ലേ? മഴ നനഞ്ഞിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടോ, മഴയത്ത് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ, അല്ലേ? മഴയത്ത് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ, ചെള്ളവെള്ളം ചവിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ 1-ാം ക്ലാസ്സിൽ ചോദിക്കും. 2-ാം ക്ലാസ് ചെല്ലുമ്പോൾ ചോദിക്കും, ഈ മഴവെള്ളത്തിൽ നിങ്ങൾ ചെല്ലപ്പോൾ നിങ്ങൾക്ക് പനി പിടിച്ചിട്ടില്ലേ? അപ്പോൾ വരുമ്പോൾ എന്താണ്, രോഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരും. 3-ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പം നമ്മൾ പറയും വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ, അല്ലേ? വെള്ളം നമ്മൾ പാത്രം കഴുകാൻ, കുടിക്കാൻ, അതുപോലെ തന്നെ കുളിക്കാൻ, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. വെള്ളം അനാവശ്യമായിട്ട് നമ്മൾ പാഴാക്കരുത്, അല്ലേ? വെള്ളം അമൂല്യമാണ്, ഇതൊക്കെ നമ്മൾ പറയും. 4-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ വെള്ളം മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഭൂമിയിൽ എന്താണ് ശുദ്ധജലത്തിൻ്റെ അളവ് ഇത്ര, അതുപോലെ സമുദ്രജലത്തിൻ്റെ അളവ് ഇത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 4-ാം ക്ലാസ്സിൽ പഠിക്കും. 5-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ 3 അവസ്ഥകളെ പറ്റി പഠിക്കും. എന്താണ്? ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ പഠിക്കും. ഇനി അത് 6-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ എന്താണ് കൂടുതലായിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട്, അതായത് നമ്മുടെ ഖരം, അതായത് ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, അതുപോലെ തന്നെയുള്ള നമ്മുടെ ഘനീഭരണം, അതുപോലെ തന്നെ നമ്മുടെ സാന്ദ്രീകരണം, അല്ലേ? എങ്ങനെയാണ് മഴയുണ്ടാകുന്നത്, അതുപോലെ തന്നെ ഈ കൂടുതലായിട്ട് വെള്ളം നമുക്ക് ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അത് 8-ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴോ നമ്മൾ കെമിക്കൽ ഫോർമുലാസ്, അല്ലേ? വെള്ളത്തിന് നമ്മളൊരു കെമിക്കൽ ഫോർമുല ഇടും, H2O, അത് വെച്ചുകൊണ്ടുള്ള ബോണ്ടിങ് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ബാക്കി സവിശേഷതകൾ എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പറ്റും. വെള്ളം ഒരു ലായനിയാണ്, അല്ലെങ്കിൽ വെള്ളം ഒരു സാർവലായികമാണ്. അതുപോലെ തന്നെ വെള്ളത്തിനകത്ത് എല്ലാ വസ്തുക്കളും, ഒട്ടുമിക്ക എല്ലാ വസ്തുക്കളും തന്നെ അലിച്ചു ചേരും, അല്ലെങ്കിൽ എന്താണ് മിക്സായി പോവും. അതുകൊണ്ട് തന്നെ വെള്ളത്തെ നമ്മൾ സാർവിക ലായകം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? നമ്മൾ കണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെ ഓരോരോ ക്ലാസ്സിലുണ്ടോ പടിയായിട്ട് ഇരുന്നാണ്. മഴ നനഞ്ഞ കൊച്ചിപ്പോൾ എവിടെ നിൽക്കുക? വെള്ളത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുക. അപ്പം ഓരോ ക്ലാസ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ കാഠിന്യം അനുസരിച്ച് കണ്ടോ. അത് 1-ാം ക്ലാസ്സിൽ പോയി നമ്മൾക്ക് ഭരണഘടന പഠിപ്പിക്കാൻ വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? 1-ാം ക്ലാസ്സിലെ കുട്ടികളെ പോയി ഇരുത്തിയിട്ട് പഠിക്കടാ ഭരണഘടന എന്ന് വെച്ചാൽ അവർ പഠിക്കുമോ? ഇല്ല. അതായത് ഒരു ക്ലാസ്സിൽ ചെന്നാൽ ആ ക്ലാസ്സിൻ്റെ നിലവാരവും കുട്ടികളുടെ ഭൗതിക നിലവാരവും, അതുപോലെ തന്നെ അവരുടെ എന്താണ് ഇൻഡിവിജ്വലായിട്ടുള്ള പ്രോസസ്സ് എവിടെ വരെ ഉണ്ടെന്നും അവരെ കൊണ്ട് എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റില്ല എന്നും എന്താണ് നോക്കി കണ്ട് തയ്യാറാക്കി പരീക്ഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും ശരിയായിട്ടുള്ള മാർഗ്ഗദർശനം വഴിയും തയ്യാറാക്കിയതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പോൾ അതിൻ്റെ കൂടി വരുമ്പോൾ അവിടെ കിട്ടേണ്ട ആശയങ്ങൾ, അവർ കണ്ടിട്ടുള്ള ആശയങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കുകൾ പോകുന്നത്. അപ്പം ഇങ്ങനെ ഓരോ ക്ലാസ്സിലും അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ പടിപടിയായിട്ട് പഠിപ്പിച്ചു തരുന്നതിന് പറയുന്ന പേരെന്താണ്? നമ്മുടെ എന്ത് രീതിയാണ്? ഉദ്ഗ്രഥന രീതിയാണോ, വിഷയാധിഷ്ഠിത രീതിയാണോ, ചാക്രിക രീതിയാണോ, രേഖീയ രീതിയാണോ? ഏതാണ് ഇതിൻ്റെ ഉത്തരം വരേണ്ടത്? ചാക്രിക രീതി, അതായത് സ്പൈറലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താണ് ഒരു ക്ലാസ്സിലെ എന്താണ് നമ്മുടെ കാഠിന്യം അനുസരിച്ച്, ഓരോ ക്ലാസ്സുകളിലും അതിൻ്റെ വിഷയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കി കൊണ്ടുവരുന്ന രീതിക്ക് പറയുന്ന പേരാണ് ചാക്രിക രീതി. ഇനി എന്താണ് ഉദ്ഗ്രഥന രീതി? കേട്ടിട്ടില്ലേ? ഉദ്ഗ്രഥന രീതി, അതുപോലെ തന്നെ അപഗ്രഥന രീതി, അതുപോലെ തന്നെ വിഷയാധിഷ്ഠിത രീതി, രേഖീയ രീതി, ഇതൊക്കെ എന്നതാണ്? ഒന്നേന്ന് പറഞ്ഞു തരാം. എന്താണ് അപഗ്രഥന രീതി? എന്താ അപഗ്രഥന രീതി എന്ന് പറഞ്ഞാൽ? അറിയാമോ ആർക്കെങ്കിലും? അപഗ്രഥന രീതി എന്നതാ? അപഗ്രഥനം എന്ന് പറഞ്ഞാൽ അപഗ്രഥനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ? നമ്മൾ കാര്യങ്ങളെ നമ്മൾ പരിഹരിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സൊല്യൂഷനിലേക്ക് നമ്മൾ പടിപടിയായിട്ട് വരിക, അതിനെയാണ് നമ്മൾ അപഗ്രഥനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഉദ്ഗ്രഥനം? ഉദ്ഗ്രഥിത പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ആക്കുക. നമുക്കറിയാം ഇപ്പോൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ എന്താണ്? ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതായത് വിഷയങ്ങളെ നമ്മൾ ഒരുമിപ്പിച്ചിട്ട് പഠിപ്പിക്കുക, അതായത് വിഷയങ്ങളെ വേർതിരിപ്പിക്കാതെ ഒരുപോലെ പഠിപ്പിക്കുന്നതിന് പറയുന്ന രീതി. അതിൻ്റെ അകത്ത് നമ്മുടെ സയൻസും മാത്സും മലയാളവും EVS എല്ലാം ഒരുമിച്ച് ഇടകടന്ന് വീഴും. അതിന് പറയുന്ന പേരാണ് നമ്മുടെ ഉദ്ഗ്രഥന രീതി. അതായത് നമ്മുടെ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇൻഡക്റ്റീവ് മെത്തേഡ് നമ്മുടെ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയും കേട്ടോ. പിന്നെയുള്ള വിഷയാധിഷ്ഠിത രീതി, നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ 8, 9, 10ലേക്ക് വരുമ്പോൾ നമ്മൾ വിഷയങ്ങൾ വേർതിരിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ സയൻസ് എന്ന് നമ്മൾ പറഞ്ഞ കാര്യത്തെ നമ്മൾ എങ്ങോട്ട് മാറ്റും? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇനി സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷയങ്ങളായിട്ട് മാറ്റി തിരിക്കും. ഇനി ചാക്രിക രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ആശയത്തിൻ്റെ
കാഠിന്യം അനുസരിച്ചുകൊണ്ട് വിവിധ ക്ലാസ്സുകളായി നമ്മൾ പഠിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ചാക്രി രീതി. എന്താണ് രേഖീയ രീതി? രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വര വരയ്ക്കുന്നതിന് പറയുന്ന രേഖ അല്ലേ. അപ്പം നേരെ നമ്മൾ ഉത്തരത്തിലേക്ക് തന്നെ പോകുന്നതിന് പറയുന്ന പേരാണ് രേഖീയ രീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ നടത്തുന്ന ഓരോ രീതികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം, മറന്നു പോകരുത് കേട്ടോ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണത് പഠിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ രീതികളായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതാണ് ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം. എന്താണ്, നമുക്ക് ഓരോ ഗുണങ്ങളുണ്ട്, അതിൻ്റെ വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് നമ്മൾ വർഗീകരിക്കുന്ന വിവരങ്ങളെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജ്ഞാനമാണോ, ആശയമാണോ, അൽഗോരിതമാണോ, ബുദ്ധിയാണോ? ഏതാണ്? ഗുണങ്ങളെ അതിൻ്റെ വിശേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർഗീകരിക്കണം. അതായത് എനിക്കിപ്പം കുറച്ച് ഗുണങ്ങളുണ്ട്, ആ ഒരു ഗുണങ്ങൾ നിങ്ങൾ ഒരാളോട് ചെന്ന് പറയുക എന്ന് വെക്കുക. എന്നിലെ ഗുണങ്ങൾ, എടാ നിനക്ക് ആ സാറിന് അറിയാവോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചെന്ന് പറയും അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ നമ്മളെ മാനസികമായിട്ട് വർഗീകരിച്ചെടുത്ത അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള, ഇപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും പറയത്തില്ലേ, അവൻ മിടുക്കനാ, അവൻ അതൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്യുന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, മാനസികമായിട്ട് നമ്മളൊരു വർഗീകരണം നടത്തുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ജ്ഞാനമെന്നാണോ, ആശയം പറയുക എന്നാണോ, അൽഗോരിതം പറയുക എന്നാണോ, ബുദ്ധി നമ്മൾ ചെയ്യിക്കുക എന്നാണോ? എന്താ ഉദ്ദേശിക്കുന്നത്? സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കിയേ, എന്നാ അതിൻ്റെ ആശയം വരേണ്ടത്? ഉത്തരം എന്താ വരേണ്ടത്? ആശയം അല്ലേ. അതായത് ഓർത്തിരിക്കണം, വിശേഷണങ്ങളെ അല്ലെങ്കിൽ നമുക്കൊരു ഗുണമുണ്ട്, അതിൻ്റെ വിശേഷണങ്ങളെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ, ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മാനസികമായിട്ട് നമ്മൾ സ്വയമേ വർഗീകരിക്കുന്ന വിവരങ്ങൾ പറയുന്ന പേരാണ് ആശയം കിട്ടുക. അത് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം അല്ലേ. എല്ലാ പാഠഭാഗത്തിലും നമ്മൾ പറയുന്നത് അല്ലേ, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയും അല്ലേ. എന്നതാ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക വെച്ചാൽ, ഓരോ കാര്യവും ഉണ്ടെങ്കിൽ അതിലുള്ള കാര്യത്തെ നമ്മൾ നേരെ സ്പൂൺ ഫീഡിങ്, അതായത് ബൈഹാർട്ടിങ് ഒക്കെ ചെയ്യാതെ നമ്മൾ എങ്ങോട്ട് പോകണം? ആശയങ്ങളെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കണം. ഈ ആശയങ്ങളെ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ് പഠിച്ചെടുക്കാൻ അല്ലേ. ഇതിപ്പോൾ ഒരു കാര്യമായിക്കോട്ടെ, എന്ത് ചെറിയ കാര്യമാണെങ്കിലും അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫലപ്രദമായിട്ടത് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫലപ്രദമായിട്ടത് വിനിയോഗിക്കാൻ പറ്റും. അത് മറവി അവിടെ കുറവായിരിക്കും കേട്ടോ, ഓർത്തിരിക്കണം. ഇനി ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നോളേജ് എന്ന് പറയും. അതായത് ഒരു വ്യക്തിയിലുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പം ഈ പറഞ്ഞ എക്സാംസ് ഒക്കെ എഴുതാൻ പോകണമെങ്കിൽ നമുക്ക് ജ്ഞാനവും വേണം, ആശയവും വേണം അല്ലേ. രണ്ടും കൂടിക്കടന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ എന്ത് നടക്കത്തുള്ളൂ, പരീക്ഷകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഒരാളിൽ കാണപ്പെടുന്ന ബുദ്ധിവിശേഷണം അല്ലെങ്കിൽ എത്രമാത്രം IQ നമ്മൾ പറയത്തില്ലേ, ഇൻ്റലിജൻസ് കോൺസ്റ്റൻ്റ് എന്ന് പറയത്തില്ലേ, അത് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ പറയുന്നവരാണ് ജ്ഞാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ? നമ്മുടെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ നമുക്കറിയാലേ, എല്ലാം ഈ പറഞ്ഞ അൽഗോരിതത്തിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് എല്ലാം ഓരോരോ പടിപടിയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അൽഗോരിതം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് കഴിഞ്ഞ് അതിൻ്റെ പുറകെ ഇന്നത് കൊടുത്താൽ ഇന്നതായിരിക്കും, ഇന്നതിൻ്റെ ഔട്ട് ഇതായിരിക്കും, ഇന്നത് കൊടുത്താൽ അത് കിട്ടണം എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അൽഗോരിതം. പിന്നെയുള്ളതാണ് ബുദ്ധി. ബുദ്ധിയെപ്പറ്റി ഇപ്പം നമ്മൾ ഹവാർഡ് ഗാർഡൻ കണ്ടല്ലോ, ഒരുപാട് ബുദ്ധികളില്ലേ. ആ ബുദ്ധികളൊക്കെയാണ് ഈ പറഞ്ഞ ബുദ്ധി കേട്ടോ, ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയും. അതാണ് ബുദ്ധി കൊണ്ട് അർത്ഥമാക്കുന്നത്. ബുദ്ധി എന്താണ്, ഇച്ചിരി കുറവാണെങ്കിൽ പോലും ശരിയായി നല്ല ജ്ഞാനമുള്ള കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ ബുദ്ധി നിലവാരം വളരെ കുറഞ്ഞ കുട്ടികളാണെങ്കിൽ പോലും അവർ നല്ലപോലെ പാട്ട് പാടുന്നവർ കാണും, പടം വരയ്ക്കുന്നവർ കാണും അല്ലേ, നല്ലപോലെ നമ്മളുടെ ആശയങ്ങൾ പറയുന്നവരൊക്കെ കാണും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ നല്ലപോലെ ആക്ഷൻസൊക്കെ കാണിക്കുന്നവരാണ്. അപ്പോൾ അവരിൽ എന്താണ്, ബുദ്ധി ഒരു ചെറിയ ഫാക്ടർ മാത്രമാണ്, പക്ഷെ വേണം ജീവിതത്തിൽ, എങ്കിൽ പോലും അതിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരാൻ, ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ട് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റിയാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളിൽ വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കും. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതൊന്നും ഒരിടത്തും ഇല്ല, നമ്മൾ സ്വയമേ മനസ്സിലാക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മളുടെ ആശയങ്ങൾ മനസ്സിലാക്കിയാണോ നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആശയങ്ങളുടെ വ്യക്തത അധ്യാപകരായ നമുക്ക് വരുന്നുണ്ടോ, അതിൻ്റെ അർത്ഥതലം മനസ്സിലാക്കിയാണ് നമ്മൾ ക്ലാസ്സിൽ പ്രയോഗിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് ഈ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നൊരു നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ വേണമെങ്കിൽ പറയാം. അതായത് ഒന്ന് ആലോചിച്ച് കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ വേണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അടുത്താണ് പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതായിരിക്കും? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ പാഠ്യപദ്ധതികൾ ഉണ്ടായിരിക്കും. ബുദ്ധിപരമായി ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളെ സാധാരണ കുട്ടികളോടൊപ്പം ഇടകലരാൻ അനുവദിക്കുകയില്ല. വളരെ സമ്പുഷ്ടമായതും അയവുള്ളതുമായിരിക്കും. പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നതായിരിക്കും. ഏതാണ്? പുരോഗമനപരവും
അതുപോലെ തന്നെ ജനാധിപത്യപരമായിട്ടുള്ള പാഠ്യപദ്ധതിയുടെ സവിശേഷത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായിരിക്കണം? ഏതാ വരേണ്ടത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ഏതാണ് വരേണ്ടത്? പുരോഗമനപരം വരണം, അതുപോലെ തന്നെ ജനാധിപത്യം വരണം. കേട്ടോ, അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു പാഠ്യപദ്ധതിയുടെ എന്താണ് സവിശേഷത ഏതായിരിക്കും? ഒന്നേ നമുക്ക് വായിച്ചു നോക്കിയാൽ കൺഫ്യൂഷൻ ആണെങ്കിൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ പാഠ്യപദ്ധതികളുണ്ടായിരിക്കും. അത് ജനാധിപത്യപരമാവുമോ? അത് പുരോഗമനപരമാവുമോ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ആകുമോ ഇല്ലയോ? ഉത്തരം കേട്ടാൽ മതി. ആകുമോ? ഇല്ല. അപ്പോൾ എന്താണ്? ഈ ഒരു ഓപ്ഷൻ വരത്തില്ല. അങ്ങനെ ക്യാൻസൽ ചെയ്തോളാം, ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്തോളാം. അടുത്ത നോക്കിയേ, ബുദ്ധിപരമായ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളെ സാധാരണ കുട്ടികളോടൊപ്പം ഇടകലരാൻ അനുവദിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ ഇതിന് കുറച്ച് മുമ്പുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അല്ലേ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം നടത്തണമെന്ന് പറഞ്ഞത് അല്ലേ. അതായത് ഈ നടന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ ഇടകലർത്തിക്കൊണ്ട് പഠിപ്പിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റും തെറ്റാണ്. അടുത്ത നോക്കിയേ, വളരെ സമ്പുഷ്ടമായതും അയവുള്ളതുമായിരിക്കണം. ശരിയല്ലേ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ എന്താ? സമ്പുഷ്ടമായിരിക്കണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ. അതായത് ഏത് നിലവാരത്തിലുള്ള ആൾക്ക് വേണേലും പഠിക്കാൻ പറ്റുന്നതായിരിക്കണം. അതായത് ഉയർന്ന നിലവാരത്തിലുള്ളതും താഴ്ന്ന നിലവാരത്തിലുള്ളവർക്കും പഠിക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ സ്വയം പഠനത്തിനെ സഹായിക്കുന്നതായിരിക്കണം, റെഫറൻസ് മെറ്റീരിയലിന് ഉപകരിക്കുന്നതായിരിക്കണം. ഇതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും സമ്പുഷ്ടമായിരിക്കണം, അയവുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടിയുണ്ടോ? ഉണ്ട്, എന്നാലില്ലേ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ലൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് പോകുന്നതായിരിക്കണം നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ. അടുത്തെന്താണ്? പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നതായിരിക്കണം. പരീക്ഷകൾക്ക് മാത്രം പ്രാധാന്യം നൽകിയിട്ട് കാര്യമില്ല. ശരിയായ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ നമ്മൾ അസസ് ചെയ്തില്ലെങ്കിൽ, വിലയിരുത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ പരീക്ഷകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകിയിട്ട് കാര്യമില്ല. കേട്ടോ, പരീക്ഷകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കലെന്നല്ല, പക്ഷേ പരീക്ഷകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ബാക്കി പല കാര്യങ്ങളും മറന്നുകൊണ്ട് ആകലും നമ്മൾ ഓർക്കണം. സോ ഇതും വേദത്തിൽ. അപ്പം ഇതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ ഒന്നേന്ന് ആലോചിക്കുക. നമുക്കറിയാലോ, ആദ്യം നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും. ആ ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ആൻഡ് കറക്റ്റ് ആൻസർ, നമുക്ക് കിട്ടാനുള്ള ചാൻസ് എന്താണ്, ശരിയായിട്ടുള്ള ഉത്തരം കിട്ടാനുള്ള ചാൻസ് നമ്മൾ കൂട്ടിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 4 ക്വസ്റ്റ്യനകത്തുനിന്ന് നമുക്ക് ഉത്തരം നമ്മൾ കറക്കി കൂട്ടിയാൽ ശരിയാവാനുള്ള ചാൻസ് എത്രയാണ്? 25% അല്ലേ. 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 4 ക്വസ്റ്റ്യൻ നമ്മൾ ചുമ്മാ കറക്കി കുത്തിയാൽ, നമ്മൾ അക്കള തവളാച്ചി എന്ന് പറഞ്ഞൊക്കെ നമ്മൾ കുത്തിയാൽ, അല്ലെങ്കിൽ 1 2 3 5 6 എനിക്ക് വെള്ളം തന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കറക്കി കുത്തിയാൽ ആ ഉത്തരം ശരിയാവാനുള്ള ചാൻസ് എത്രയാണ്? 25%. ഇനി ഒരു ഓപ്ഷൻ നമുക്ക് ഉറപ്പാണ്, അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവായി കളഞ്ഞാൽ നമ്മുടെ ശതമാനം എത്രയായിട്ട് മാറും? 33% മാറും അല്ലേ. 33.3% അതിനെ നമ്മൾ ഉയർത്താൻ പറ്റും. ഇനി നിങ്ങൾക്ക് നമ്മുടെ ഓപ്ഷൻ അത് 2 അറിയത്തില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ 2. നമ്മുടെ ശതമാനം എത്രയായിട്ട് കൂടി? 50-50 ചാൻസസ് ആയി. മനസ്സിലായോ? 50-50%. ഒന്നെങ്കിൽ ശരിയാകാം, അല്ലെങ്കിൽ തെറ്റാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എന്താണ് ഓപ്ഷൻ വഴി, എലിമിനേഷൻ വഴി നമുക്ക് ഉത്തരം നമുക്ക് കിട്ടുവാൻ അല്ലെങ്കിൽ ശരിയാകാനുള്ള ചാൻസസ് നമുക്ക് ഉയർത്താൻ പറ്റും. ഇനി പറയുന്ന പേരാണ്, ഈ ഒരു മെത്തേഡ് ഓഫ് ട്രൈയിങ് ഇൻ എക്സാമിനേഷൻ പറയുന്ന പേരാണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും. അതായത് അറിയാത്ത ഓപ്ഷൻ നമ്മൾ വെട്ടിക്കളഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷനെ നമ്മൾ വെച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് പതുക്കെ എത്താൻ പറ്റും. നമ്മളുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ച് പേപ്പർ ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത നോക്കിയേ, ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? എന്താണ് ഡിസ്ലെക്സിയ? അതറിയാമോ? ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മതി. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്നാ? വായനാ വൈകല്യം. ഓക്കെ, കറക്റ്റാണ്. നമുക്കറിയാം ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക്, അപ്പോൾ വാക്ക് കേട്ടാലും ഓർത്തോണം എന്താണ് കുട്ടിയുടെ പ്രശ്നം ഉണ്ടോ. അതായത് വായനാ വൈകല്യമാണ് കൊച്ചിൻ്റെ പ്രശ്നം. അതിനുള്ള കുട്ടിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്തിനായിരിക്കും? സാമൂഹിക സാഹചര്യങ്ങളിൽ ശരിയായി ഇടപെടുന്നതിനാണോ, അതോ ശരീരഭാഗങ്ങളുടെ ശരിയായിട്ടുള്ള ചലനങ്ങൾക്ക് ഇല്ലാത്തതിനാണോ, കേൾവിക്കും സംസാരത്തിനുമാണോ, ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിനാണോ? ഏതിനാണ്? പറഞ്ഞു, വായനാ വൈകല്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വരേണ്ടത് ഏതാണ്? നോക്കിയേ, വായനാ വൈകല്യത്തിൽ വല്ലതും വരുന്നതാണ് ഈ പറഞ്ഞ സാമൂഹിക സാഹചര്യങ്ങൾ ശരിയായിട്ട് ഇടപെടുന്നത് ആണോ? അല്ല അല്ലേ. സാമൂഹിക സാഹചര്യം ശരിയായിട്ട് ഇടുന്നത് വായനയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല. രണ്ടാമത്തെ നോക്കിയേ, ശരീരഭാഗങ്ങളുടെ ശരിയായിട്ടുള്ള ചലനത്തിന്, അതിന് വായനയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? യാതൊരു ബന്ധവും ഇല്ല. അടുത്താണ് കേൾവിക്കും സംസാരത്തിനും, അതിന് ഈ പറഞ്ഞ വായനയായിട്ടുള്ള ബന്ധമുണ്ടോ? ഉണ്ടോ? അതുമില്ല. അടുത്ത നോക്കിയേ, ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന് അല്ലേ, എങ്ങനെ പറയണം, എങ്ങനെ വായിക്കണം,
എങ്ങനെ നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കണം, ഇതൊക്കെ വരുമ്പോൾ എന്താണ് ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിനാണ് നമ്മുടെ ഡിസ്ലെക്സിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് നമ്മുടെ നമ്മുടെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ നമ്മുടെ ഡിസ്ലെക്സിയ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഡിസ്ലെക്സിയ പോലെ തന്നെ നമുക്ക് കുറച്ച് ഡിസ്സുകളെ പറ്റി പഠിക്കാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി പറഞ്ഞാണ് എന്താണ് നമ്മുടെ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ചത് അല്ലേ, നമ്മുടെ വായനാ വൈകല്യം വേണമെങ്കിൽ പറയാം കേട്ടോ. വേണമെങ്കിൽ എഴുതിത്തരാം. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ് വായനാ വൈകല്യം. ഓക്കെ, ഡിസ്ലെക്സിയ കേട്ടോ, ലെക്സിയ ഓക്കെ, എന്താണ് വായനാ വൈകല്യം. പേന തിന്നിപ്പോൾ. ഓക്കെ, ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായനാ വൈകല്യം കേട്ടോ. ഡിസ്ലെക്സിയ വായനാ വൈകല്യം. അടുത്താണ് ഡിസ്ഗ്രാഫിയ. എന്താണ് ഡിസ്ഗ്രാഫിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്രാഫിയ ആ വാക്ക് തന്നെയാണ്. എന്താണ് ഗ്രാഫിയ എന്ന് പറഞ്ഞതാണ് ഗ്രാഫ് നമ്മൾ വഴക്ക് പണിയുന്നത്, അതായത് എഴുത്തിലുള്ള വൈകല്യം കേട്ടോ. അതായത് എഴുതാനായിട്ട് ഉള്ള പ്രശ്നം, എഴുത്തിലെ വൈകല്യമാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിസ്ഗ്രാഫിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ഡിസ്കാൽക്കുലിയ. ആ വാക്ക് തന്നെയുണ്ട്. എന്താണ് കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ നടത്താൻ അല്ലെങ്കിൽ ഗണിതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാനായിട്ടുള്ള വൈകല്യങ്ങൾ, ഗണിതപരമായിട്ടുള്ള വൈകല്യം കേട്ടോ. ഗണിതപരമായ വൈകല്യം. അടുത്താണ് ഡിസ്പ്രാക്സിയ. എന്താണ് ഡിസ്പ്രാക്സിയ? പ്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പേശീപരം അല്ലെങ്കിൽ നമ്മുടെ ശരീരങ്ങൾ അനക്കാതെ വരിക, കാലിൻ്റെയൊക്കെ ചലനങ്ങൾ നമുക്ക് സാധ്യമാക്കാതെ വരിക. ഇങ്ങനെ വന്നാൽ അവിടെ ഡിസ്പ്രാക്സിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 4 എന്താണ് നമ്മുടെ ശരിയായിട്ട് 4 നമുക്ക് വൈകല്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തേത് ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, അതുപോലെ തന്നെ ഡിസ്ഗ്രാഫിയ കേട്ടോ. അപ്പോൾ ഡിസ്ഗ്രാഫിയ എന്ന് വെച്ചാൽ നമ്മുടെ എഴുത്ത്, അതുപോലെ തന്നെ ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേശി, ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ ഗണിതപരമായിട്ടുള്ള വൈകല്യം, ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായനാ വൈകല്യം. ഓക്കെ, ഇത്രയും ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് കേട്ടോ. മിക്ക ഉള്ളതാണ്, ഇനിയും മറന്നുപോലെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയമായി യോജിക്കുന്നത് ഏതാണ്? വിദ്യാലയം അല്ലേ, ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. നമ്മളിപ്പോൾ സ്കൂളിലേക്കൊക്കെ ഇപ്പം കയറി ചെന്നാൽ അഡ്മിഷൻ്റെ ഒക്കെ സമയം അല്ലേ, എല്ലാ സ്കൂളിൻ്റെയും വാതിക്കൽ നമുക്ക് കാണാൻ സാധിക്കും. നല്ല നല്ല പടങ്ങൾ വരച്ചിടും. ABCDEFG എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മധുരയിലൊക്കെ എഴുതി വെച്ച് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല നല്ല പടങ്ങൾ ഇല്ലേ, ഡോറ ബുജി, മഴത്തുള്ളി, അതുപോലെ തന്നെ മഴ പെയ്യുന്ന പടങ്ങൾ, മഴ പെയ്യുമ്പോൾ കൊച്ചു കുട പിടിച്ചു പോകുന്ന പടങ്ങൾ, പിന്നെ ഈ ഒക്കെ പലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നല്ല നല്ല കോട്സുകൾ എഴുതിയിടും. ഇതൊക്കെ എന്താണ് നമ്മുടെ വിദ്യാലയത്തെ തന്നെ നമ്മളൊരു പഠനോപകരണമായിട്ട് എടുക്കുക. ചില സ്കൂളുകളുണ്ടല്ലേ ട്രെയിനിൻ്റെയൊക്കെ മാതൃകയിൽ കണ്ടുണ്ടോ? ചില സ്കൂളുകളൊക്കെ പെയിൻ്റ് അടിക്കുകയും അതുപോലെ തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ട്രെയിനിൻ്റെയൊക്കെ മാതൃകയിലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആ വിദ്യാലയത്തെ തന്നെ എന്താക്കി മാറ്റി ഒരു പഠനോപകരണം അല്ലെങ്കിൽ ഒരു ലേണിംഗ് മെറ്റീരിയലാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടാലൻറ്റ് ലാബ് എന്നാണോ, അതോ ഹൈടെക് വിദ്യാലയങ്ങൾ എന്നാണോ, അതോ ബാല എന്നാണോ, അതോ TLM എന്നാണോ? ഏതാണ് വരേണ്ടത്? ബാല അല്ലേ. എന്താണ് ബാലയുടെ ഫുൾ ഫോം? ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. എന്താണ് ബിൽഡിങ്ങിനെ തന്നെ നമ്മൾ ലേണിംഗ് എയ്ഡായിട്ട് എന്താണ് കൊണ്ടു നടക്കുക അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിന് പറഞ്ഞ പേരാണ് ബാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് ബാല കേട്ടോ. ഫുൾ ഫോം ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്ന് പറയും. ഇനി എന്താണ് ടാലൻറ്റ് ലാബുകൾ? നമുക്കറിയത്തില്ലേ ടാലൻറ്റ് ലാബുകൾ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖലകൾ നമ്മൾ കണ്ടെത്തി അതിന് സ്കൂളിലെ പഠന കാലത്ത് തന്നെ നമ്മൾ പരിശീലനം നൽകി അവരെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ടാലൻറ്റ് ലാബുകൾ. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖലകളെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലെ കണ്ടെത്തി അവിടെ നമ്മൾ പ്രാക്ടീസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പരിശീലനവും പ്രോത്സാഹനവും ഒക്കെ നൽകി നമ്മൾ കുട്ടികളെ വിജയത്തിലേക്ക് എത്തിയെന്ന് പറയുന്ന പേരാണ് ടാലൻറ്റ് ലാബുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ അഭിരുചി പരീക്ഷകൾ നടത്തുക അല്ലേ. അഭിരുചി പരീക്ഷകൾ നടക്കും. നമ്മുടെ 6ാം ക്ലാസ്സിൽ മാത്സിന് എപ്പോഴും നടത്തുന്ന ഒരു പരീക്ഷയുണ്ട്. എന്താണെന്നറിയാമോ? ഒരു GK ക്വസ്റ്റനാണ്. കഴിഞ്ഞ മുമ്പത്തെ വട്ടം ചോദിച്ചതാണ്. 6ാം ക്ലാസ്സിൽ അതൊരു ഈ പറഞ്ഞ ടാലൻറ്റ് വൈസ് എക്സാമാണ് വരുന്നത്. 6ാം ക്ലാസ്സിൽ നടത്തുന്നതാണ്. ഏതെന്നറിയാമോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തോ പറഞ്ഞായിരുന്നല്ലോ? കേട്ടില്ല. എന്നാ ന്യൂമാക്സ് കേട്ടോ. ന്യൂമാക്സ് എന്നാണ് അതിൻ്റെ പേര്. NUMATX കേട്ടോ.
അതായത് 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗണിതത്തിൽ അഭിരുചിയുണ്ടോ അല്ലെങ്കിൽ ഗണിതത്തിൽ ടാലൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന പരീക്ഷയാണ് ന്യൂമാൻസ് കേട്ടോ. ഇതൊരു GK ക്വസ്റ്റ്യൻ കേട്ടോ, നോക്കിയിട്ട് വേണം പോകാൻ, ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ അവിടെ ചോദിക്കുക കേട്ടോ. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രം നടത്തുന്നതാണ് ഈ പറയുന്ന ന്യൂമാൻസ്. അപ്പം ഓർത്തിരിക്കണം, ഇതുപോലുള്ള അഭിരുചി പരീക്ഷകൾ നമ്മൾ സ്കൂളുകളിൽ നടത്തും. എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളുടെ അഭിരുചികൾ കണ്ടെത്തി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട പ്രോത്സാഹനവും പരിശീലനവും നൽകി അവരുടെ ജീവിതത്തിലൊരു തൊഴിൽ പഠിപ്പിച്ചുകൊണ്ട് അല്ലേ നമ്മളവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ പറഞ്ഞ ടാലൻറ്റ് ലാബിൻ്റെ പ്രധാനമായിട്ടുള്ള സവിശേഷത. അടുത്താണ് ഹൈടെക് വിദ്യാലയം എന്ന് പറയുന്നത്. എന്താണ് ഹൈടെക് വിദ്യാലയം? നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയില്ല, പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഉരുത്തിരിഞ്ഞ് വന്ന പറഞ്ഞാണ് ഹൈടെക് വിദ്യാലയം. അതായത് ക്ലാസ് മുറികളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ 8 മുതൽ 12 വരെയുള്ള സ്കൂളുകളിൽ ഏകദേശം 45,000-ഓളം അല്ലേ 45,000-ഓളം ക്ലാസ് മുറികളുടെ ഈ പറഞ്ഞ ICT ബന്ധമായിട്ടുള്ള പ്രൊജക്ടർ, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ വേണ്ട LED സ്ക്രീൻസ്, ബോർഡ്സ് ഇതൊക്കെ നമ്മൾ വെച്ച് കൊടുത്തു. അതിന് പറഞ്ഞ പേരാണ് ഹൈടെക് വിദ്യാലയം. നമ്മളോർത്തില്ല, നമ്മുടെ സ്കൂളുകൾ പൊതുവിദ്യാലയ കേന്ദ്രങ്ങളല്ലേ എന്ന് ഹൈടെക് എന്ന് പറയും അല്ലേ. ഇപ്പോഴത്തെ അഡ്മിഷനകത്തിൽ നമ്മൾ കാണുന്നത് അല്ലേ, നിങ്ങൾ അഡ്മിഷനകത്ത് ആർട്ടിൽ വായിച്ചു നോക്കിയാൽ മതി. വളരെ സങ്കീർണമായിട്ടുള്ള ക്ലാസ് മുറികൾ, ഹൈടെക് വിദ്യാലയങ്ങൾ, അതുപോലെ നമ്മുടെ ICT ഉപയോഗിച്ചുള്ള ക്ലാസ്സുകൾ, ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അതെന്താണ് നമ്മുടെ ഹൈടെക് വിദ്യാലയത്തിനകത്ത് വരുന്നതാണ്. പിന്നെ TLM എന്താണ് സാധനം, നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. TLM എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ, നമ്മൾ കൊണ്ടു നടക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡുകൾ, ചാർട്ടുകൾ, ഇതെല്ലാം വരുന്നത് നമ്മുടെ TLM ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. സോ ഈ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൽ സൈക്കോളജി ക്വസ്റ്റ്യൻസ് PSC ചോദിച്ച ചോദ്യങ്ങൾ എളുപ്പമല്ലേ? സൈക്കോളജി പഠിച്ചിരിക്കുകയെങ്കിൽ നമുക്ക് 20 ചോദ്യങ്ങളെ വയ്ക്കുന്നത്, 20 18 മാർക്ക് ഉറപ്പായിട്ടും വായിക്കാം കേട്ടോ. 20 ഉറപ്പായിട്ടും വായിക്കാം. സ്ഥിരമായിട്ട് റിവൈസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള സൈക്കോളജി കേട്ടോ. ഇട്ട് കളയരുത്. 20 മാർക്ക് 18 മാർക്ക് വാങ്ങിച്ചാൽ പിന്നെ കട്ട് ഓഫിലേക്ക് നിൽക്കുവാനായിട്ട് കൂടിപ്പോയാൽ ഈ പറഞ്ഞ പോലെ വലിയ മാർക്കൊന്നും വേണ്ട. ഒരു 60 മാർക്ക് പ്രതീക്ഷിക്കുന്ന ആൾ പിന്നെ പോയിട്ട് ബാക്കിയുള്ള 80 ക്വസ്റ്റ്യനിൽ നിന്ന് മതി എത്ര മാർക്ക്, 60 മാർക്ക് വാങ്ങിക്കാൻ കേട്ടോ. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം കാറ്റയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 20 മാർക്ക് 30 ചോദ്യങ്ങളാണ് കാറ്ററിന് ചോദിക്കുന്നത് അല്ലേ. അതിൽ നമുക്ക് 25-27 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചെന്ന് വെച്ചു. ബാക്കിയുള്ള 120 ക്വസ്റ്റ്യനിൽ മതി ബാക്കിയുള്ള 70 അല്ലെങ്കിൽ 60 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ. അതൊക്കെ എളുപ്പമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പം ഈസിയുള്ള സബ്ജക്റ്റ് നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചെടുക്കുക. സ്ഥിരമായിട്ട് റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങളെ മറക്കാതിരിക്കുക കേട്ടോ. സ്ഥിരമായിട്ട് ഒരുപാട് വ്യക്തികളുടെ പേരും കൺഫ്യൂഷൻസ് തിയറീസും ഒക്കെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ് നമുക്കതിനെ തിരിച്ച് വരാത്തേ ഉള്ളൂ. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത നമ്മുടെ ഇംഗ്ലീഷാണ്. റീഡ് ദി ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ബിലോ. അതിൽ വായിച്ച് നോക്കിയായിരുന്നോ? പാസേജ് വായിച്ചായിരുന്നോ? പാസേജ് വായിച്ചായിരുന്നോ അതോ ഇല്ലേ? ഓക്കെ, വായിച്ചില്ലേ? ആരും വായിച്ചില്ലേ? നിങ്ങൾ പരീക്ഷയ്ക്കപ്പോൾ എങ്ങനെ വായിക്കും? ഇത്രയും വലിയൊരു പാരഗ്രാഫ് വന്നിട്ടുണ്ടോ? എന്തും ഉണ്ടെന്ന് നോക്കി. ഇത്രയും പാരഗ്രാഫ് വായിച്ചിട്ട് വേണം ഈ പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. എല്ലാ പരീക്ഷകളിലും ഓർത്തിരിക്കണം, എല്ലാ പരീക്ഷകളിലും ഇംഗ്ലീഷിൽ നിന്നോ മലയാളത്തിൽ നിന്നോ ഒരു പാരഗ്രാഫ് നമ്മൾ ചോദിക്കും. ഒബ്വിയസ്ലി ചോദിക്കും. കാരണം നമ്മൾ അധ്യാപകരാകാൻ പോകുന്നവരല്ലേ. ഒരു ഇംഗ്ലീഷ് കണ്ടൻറ്റ് തന്നാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, അത് വായിച്ച് നമുക്ക് അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ചെയ്യേണ്ട നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാനായിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. നമ്മുടെ കയ്യിലുള്ള മാർക്കാണ്. ഈ പാരഗ്രാഫിന് ജസ്റ്റ് നമുക്ക് ആൻസർ പുട്ട് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളതിനകത്ത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ കുറച്ച് ട്രിക്കുകളൊക്കെ ഉണ്ട്. എന്താണ്? ഒരു പാരഗ്രാഫ് എന്നാൽ ആദ്യമേ നമ്മൾ ഈ പാരഗ്രാഫ് അല്ല വായിക്കേണ്ടത്. എന്ത് വായിക്കണം? ക്വസ്റ്റ്യൻ വായിക്കണം. ആ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം, മനസ്സിൽ കുറിച്ച് വെക്കണം. ഇവിടെ നോക്കി, വാട്ട് വാസ് ദി പ്രൈസ് ദാറ്റ് സുശീല ഹാഡ് ടു പേ ഫോർ ഹാവിങ് ദി ഓൾഡ് ലേഡി അറ്റ് ഹോം? അതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വാട്ട് വാസ് ദി പ്രൈസ്? എന്താണ് സുശീല തൻ്റെ ഓൾഡ് ലേഡിക്ക് വേണ്ടി വീട്ടിൽ കൊടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ കിടക്കട്ടെ. അടുത്ത് നോക്കി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓൾട്ടർനേറ്റീവ് മീനിങ്സ് ബിഗിൻ എന്ന് പറഞ്ഞതിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വേർഡ് എന്താണത്? വേണമെങ്കിൽ ഇപ്പോഴേ പറയില്ലേ, അൺഫ്രണ്ട്ലി എന്നാണോ, ജെൻറ്റിൽ എന്നാണോ, സുപ്പീരിയർ എന്നാണോ, അതോ നമ്മുടെ സ്ട്രിക്റ്റ് എന്നാണോ? ബിഗിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പാരഗ്രാഫ് വായിക്കാതെ തന്നെ വേണമെങ്കിൽ ചെയ്തിട്ട് പോകും അല്ലേ. ബിഗിൻ എന്ന് പറഞ്ഞാൽ BNGIN, നമ്മൾ ഒരു ആരംഭിക്കുക അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുവാനായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പതുക്കെ ചെയ്യുക എന്നർത്ഥം അല്ലേ. നമ്മൾ പതുക്കെ എന്താണ് സാവധാനമൊക്കെ നമ്മൾ ചെയ്തു പോകുക എന്നർത്ഥം ഉണ്ടോ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? അൺഫ്രണ്ട്ലി, അതുപോലെ തന്നെ ജെൻറ്റിൽ, സുപ്പീരിയർ, സ്ട്രിക്റ്റ്. ഏതാ അർത്ഥം വരേണ്ടത്? വായിച്ചു നോക്കാൻ നമുക്ക് കിട്ടത്തില്ല. ഏതാണ്? ജെൻറ്റിൽ ഉണ്ടോ? അങ്ങനെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഉത്തരങ്ങൾ കിട്ടുന്ന ചില ക്വസ്റ്റ്യനുണ്ട്. അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഉള്ളതാണ് വാട്ട് മെയ്ഡ് ദി നറേറ്റർ ആൻഡ് ഹിസ് വൈഫ് വണ്ടർ? എന്താണ് കഥാകാരനെയും അതുപോലെ തന്നെ അവരുടെ വൈഫിനെയും ആശ്ചര്യപ്പിച്ചത് അല്ലെങ്കിൽ വണ്ടറാക്കിയത്? പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ഇവിടെ ബാക്കി ക്വസ്റ്റ്യനാണ്. 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ.
ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഇവിടെ നോക്കി പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കി, വാട്ട് വാസ് ദി പ്രൈസ് ദാറ്റ് സുശീല ഹാഡ് ടു പേ ഫോർ ഹാവിങ് ദി ഓൾഡ് ലേലി അറ്റ് ഹോം. നമുക്കാണെങ്കിൽ ഈ പാരഗ്രാഫ് പെട്ടെന്ന് വായിച്ച് നോക്കാം. നോക്കി, എന്താ വായിക്കുന്നത്? ഇൻ കോഴ്സ് ഓഫ് ടൈം we found that we simply couldn't do without the old lady. She cooked for us, tended the child, gave us necessary courage when the child has fever or stomachache, and we become distraught. She knew a lot of tricks about children's health. She grew very fond of the children and took her out and kept her very happy. She established herself as the beginning elder at home. ആ വാക്ക് വന്ന് കണ്ടോ? ബിഗിനിങ് എൽഡർ അറ്റ് ഹോം. ആ വാക്ക് കണ്ടോ? നമ്മൾ മുമ്പ് ഒരു വാക്ക് കണ്ടില്ലായിരുന്നോ? ബിഗിനിങ് എൽഡർ അറ്റ് ഹോം ഉണ്ടോ? ഷീ എസ്റ്റാബ്ലിഷ് herself ബിഗിനിങ് എൽഡേഴ്സ് ഹോം എന്ന് പറഞ്ഞതാണ് നമ്മുടെ ചെറിയ കാര്യങ്ങളായിട്ട് എന്താണ് വീട്ടിൽ കൊണ്ടുവച്ചൊരു മെയ്ഡിനെ പറ്റി പറഞ്ഞു വരുന്നത് അല്ലേ. അതായത് ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരും, ഞങ്ങളുടെ കൊച്ചിനെ ടേക്ക് കെയർ ചെയ്യും, കൊച്ചുങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവർക്കറിയാം. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു വാക്ക് കിടക്കുന്നുണ്ടോ? അടുത്ത് നോക്കിയേ, ആൻഡ് ഫോർ അസ് മെന്റ് എ ഗ്രേറ്റ് ഡീൽ. ഹെർ ഡിവോഷൻ ടു ദി ചൈൽഡ് എസ്റ്റാബ്ലിഷ് മീ ടു ടേക്ക് മൈ വൈഫ് twice or thrice a month to a pitcher. On a walk along a river out of shopping, my wife grew very fond of her and called her granny. So did Leela. But Sushila had to price to pay for this pleasure. She lost her supremacy over the kitchen and the store. നമുക്കൊരു ചോദ്യം നമ്മൾ വായിച്ച് ഓർക്കുന്നുണ്ടായിരുന്നോ? എന്താ വാട്ട് വാസ് ദി പ്രൈസ് ദാറ്റ് സുശീല ഹാഡ് ടു പേ ഫോർ ഹാവിങ് ദി ഓൾഡ് ലേലി അറ്റ് ഹോം. ആ ഓൾഡ് ലേലിയെ വീട്ടിൽ നിർത്തുവാനായിട്ട് സുശീല ചെയ്തത് എന്താണ് അവളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഷീ ലോസ് ഹെർ കൺട്രോൾ ഓവർ ദി കിച്ചൺ ബജറ്റ്. അവൾക്ക് കിച്ചണിൽ അല്ലെങ്കിൽ അടുക്കളയിലുള്ള അവളുടെ എന്ത് നഷ്ടപ്പെട്ടു? സ്വാതന്ത്ര്യം അവൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ട്. ഇവിടെയാണ് ആൻസർ കിടക്കുന്നത്. ദി ലെവൽസ് ഇൻ ദി കണ്ടെയ്നേഴ്സ് അറ്റ് ദി സ്റ്റോർ വെൻ ഡൗൺ ഓൺ അതർ വേസ് ദാൻ മൈ വൈഫ് കാൽക്കുലേറ്റഡ്. സുശീല protested and fought against it for some day, but the old lady and her own way brushing aside our objections, and Sushila adjusted her look in manner. Didn't I bargain for a waist for 4 rupees a month? Well, it is not so hard because she wasted only 3 rupees. Our provisions bill fluctuated by only 3 rupees. And it was a small price to pay for the great company and service of the old lady who living a meal in a day. Just a hardwood for cooking the rice and buttermilk. It was wonder how she found the energy for so much activity. My wife often sat down with her in order to introduce her eat well, but it was of no avail. അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു എന്നാണ് പറഞ്ഞു നിർത്തുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പാരഗ്രാഫ് വന്നാൽ വല്ലതും മനസ്സിലായോ? ഒറ്റ വായനയിൽ മനസ്സിലായോ? നമുക്ക് എന്നാണല്ലോ ഒരു പാരഗ്രാഫ് ഇതുപോലൊരു വലിയ പാരഗ്രാഫ് വന്നാൽ മലയാളികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഇംഗ്ലീഷിലൊക്കെ പുറകോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വട്ടം വായിച്ചാൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോൾ നമുക്ക് ഒത്തിരി എന്താണ്, ഇപ്പോൾ തന്നെ നമുക്ക് 2 ഉത്തരങ്ങൾ കിട്ടില്ലേ. അവളുടെ കൺട്രോൾ അവിടെ നഷ്ടപ്പെട്ടു. എന്താണ്? ഷീ ഹാഡ് ടു വർക്ക് ഹാർഡ് ഫോർ ദി കിച്ചൺ, അല്ല ഷീ ലോസ് ഹെർ കൺട്രോൾ ഓവർ ദി കിച്ചൺ ബജറ്റ്. അവൾക്ക് കിച്ചണിലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു നമ്മൾ കണ്ടു. അത് എന്ത് ഉത്തരമായി? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബിഗിൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു, ജെൻറ്റിൽ എന്ന് കണ്ടു. എന്താണ്? വാട്ട് മെയ്ഡ് ദി നറേറ്റർ ഹിസ് വൈഫ് വണ്ടർ, അല്ലേ? എന്താണ്? നമ്മുടെ വൈഫിൻ്റെ നറേറ്ററിൻ്റെ വൈഫിനെ വണ്ടറാക്കി എന്താണ്? ആ ലേഡി വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതായത് അവളുടെ ഭാര്യയെക്കാളും കൂടുതലായിട്ട് ഗ്രാനി എന്നൊക്കെ വിളിക്കുക നമ്മൾ കണ്ടായിരുന്നല്ലേ. ആ ഗ്രാൻഡ്മ അതുപോലെ ഓടി നടന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കണ്ടപ്പോൾ നറേറ്റർക്കും അവരുടെ വൈഫിനും വണ്ടറായി. അപ്പോൾ എന്താണ് വണ്ടറാകാനുള്ള കാരണം? ദി ലോഡ് ലേഡീസ് എനർജി ടു ഡു വർക്ക്, ഇല്ലേ? അവളുടെ ആ വർക്ക് അല്ലെങ്കിൽ ആ എനർജി കണ്ടുകൊണ്ട് നമ്മുടെ നറേറ്ററും അതുപോലെ തന്നെ അവരുടെ വൈഫും വണ്ടറായി. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾ ആദ്യമേ ഒന്ന് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് വായിക്കണം. അതിനുശേഷം പോയി പാരഗ്രാഫ് വായിക്കാം. പാരഗ്രാഫ് വായിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളവിടെ അത് വിടുക. എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കുക കേട്ടോ. നമുക്ക് ബാക്കിയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തീർക്കുക. തിരിച്ച് വരിക. തിരിച്ച് വന്നിട്ട് പാരഗ്രാഫ് ഒരു 2 തവണ 3 തവണ വീണ്ടും ആവർത്തിച്ച് വായിക്കുക. ഓരോ സെൻറ്റൻസും വായിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഉത്തരത്തിൽ കണ്ടെടുക്കാൻ പോവുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും. മാക്സിമം നിങ്ങൾ ഇതിന് എടുക്കാൻ പറ്റുന്ന സമയം 5 മിനിറ്റ് കേട്ടോ. ഒരു പാരഗ്രാഫ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പാരഗ്രാഫ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള സമയം മാക്സിമം 5 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിക്കോട്ടെ, എത്ര സമയം എന്താണ് നമുക്ക് ഓപ്ഷൻസ് ചോദിച്ചോട്ടെ, 5 മിനിറ്റേ എടുക്കാവുള്ളൂ. കാരണം സമയം നമുക്ക് കളയാനില്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഓടുവാണ്. അപ്പോൾ ഈ 5 മിനിറ്റ് കിട്ടുവാനായിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ
അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ല നമുക്ക് അറിയാവുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ പടപടയെ നമുക്ക് ഉത്തരം കറപ്പിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സമയം സേവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം, ഇങ്ങനെ ഉത്തരത്തിലേക്ക് നമ്മൾ ഓടി 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 ചെല്ലുവാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ. ദി ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് 3 അണ്ടർലൈൻഡ് പാർട്സ് ലേബിൾഡ് എ, ബി ഓർ സി. ഫൈൻഡ് ഔട്ട് whether there is an any other in any underlined part and indicate your answer in the answer sheet against the corresponding letter, that is A, B or C. If you find no error, your answer should be indicated as D. Here he replied, his father has lived in Mumbai since 10 years. എന്താണ് ഇതിലുള്ള എറർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ഇവിടെ എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എ ബി സി ഡി എന്ന് മാർക്കിംഗ് ഇല്ല കേട്ടോ, എ ബി സി ഡി എന്ന് മാർക്കിംഗ് ഇല്ല. അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഒരു ഇങ്ങനെ ആയിരിക്കും, എ ബി സി ഇവിടെ ഒരു മാർക്കിംഗ് അവർ ഇടാഞ്ഞായിരിക്കും. ക്വസ്റ്റ്യൻ അപ്പോൾ ചിലപ്പോൾ പ്രിൻറ്റിങ് എറർ വല്ലതും വന്നായിരിക്കും. അങ്ങനെ ഒരു മാർക്കിംഗ് വരും. അതിനകത്ത് ഏതാണ് തെറ്റായതാണ് ചോദിക്കും. ഹി റിപ്ലൈഡ്, അവൻ പറഞ്ഞു, ഹിസ് ഫാദർ അവൻ്റെ അച്ഛൻ മുംബൈയിൽ ലീവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമോളമായി എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഒരാൾ ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട്, അങ്ങനെയാണ് അവിടെ സിൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത്, അതിപ്പോൾ നമ്മൾ ചില കടയുടെ മുന്നേ ചോദിച്ചില്ലേ, സിൻസ് 1999 അല്ലെങ്കിൽ സിൻസ് 1996, അപ്പം ആരംഭം മുതലേ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ അവൻ്റെ അച്ഛൻ അവിടെ ജീവിക്കുക അല്ലേ, ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അവൻ പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞ, അപ്പം എന്താണ് സിൻസ് 10 years നമ്മൾ പറയത്തില്ല, അതായത് പാസ്റ്റ് 10 years വേണമെങ്കിൽ പറയും കേട്ടോ. പഴയ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യുവാണ് അവൻ്റെ അച്ഛൻ നമ്മുടെ മുംബൈയിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, അവിടെ സിൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് തുടക്കം മുതൽ ആരംഭം മുതലുണ്ട് തുടങ്ങി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചത്. ലീവ്ഡ് എന്നാണ് പറയുന്നത്, കഴിഞ്ഞതാണ്, പോയിട്ട് ഇങ്ങനെ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, അവിടെ വരുമ്പോൾ സിൻസ് 10 years നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. പാസ്റ്റ് 10 years വേണമെങ്കിൽ യൂസ് ചെയ്യാം. കഴിഞ്ഞ 10 വർഷമായിട്ട് അച്ഛൻ അവിടെ യൂസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്തേക്ക്, ദി സെൻറ്റൻസ് ഗിവൺ ബിലോ ഹാസ് ആൻ അണ്ടർലൈൻ പാർട്ട്. ചൂസ് ദി വേർഡ് നിയറസ്റ്റ് മീനിങ് ടു ദി അണ്ടർലൈൻ പാർട്ട് ഫ്രം ദി ലിസ്റ്റ് വേർഡ് ഗിവൺ ബിലോ. താഴെ കൊടുത്തതിന് ക്വസ്റ്റിൽ ഒരു അണ്ടർലൈൻ ചെയ്ത പാർട്ടുണ്ട്, അതുമായിട്ട് എന്താണ് മീനിങ് കറക്റ്റായിട്ട് ഒരു പര്യായപദം കണ്ടെത്താനോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പര്യായപദം കണ്ടെത്താനോ. ദി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി ഫാക്ടറി ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് വാസ് റിസോൾവ് ബൈ എ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. അതായത് നമ്മുടെ ഫാക്ടറിയിലുള്ള ഓണേഴ്സും അവിടെയുള്ള വർക്കേഴ്സും തമ്മിലുള്ള പ്രശ്നം ആരെന്ത് ചെയ്തു, ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് വഴി എന്ത് ചെയ്തു, പരിഹരിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ആ മ്യൂച്വൽ എന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് മറ്റൊരു വാക്ക് എന്താണ്? ഇൻറ്റേർണൽ എന്നാണോ, റെസിപ്രോക്കൽ എന്നാണോ, ഡിസ്റ്റൻറ്റ് എന്നാണോ, മാനുവൽ എന്നാണോ? ഈ പറഞ്ഞ മ്യൂച്വൽ എന്ന് പറഞ്ഞ പകരം ഉപയോഗിക്കാൻ പറ്റുന്നത് ചൂസ് ദി നിയറസ്റ്റ് അണ്ടർലൈൻ ഫ്രം ദി ചൂസ് ദി നിയറസ്റ്റ് മീനിങ്, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീനിങ് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇൻറ്റേർണൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്നാ? അർത്ഥം നോക്കിയാൽ മതി. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്നാ? എന്നാ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ഇൻറ്റേർണൽ എന്ന് വാക്കിൻ്റെ അർത്ഥം എന്നാ? ഇൻറ്റേർണൽ മെമ്മറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി എന്നൊക്കെ, അകത്തുള്ള അല്ലേ? ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ അകത്തെന്ന് അർത്ഥമായിരിക്കും അല്ലേ? അപ്പം ഇൻറ്റേർണൽ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഇവിടെ വരുമോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ദി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി ഫാക്ടറി ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് വാസ് റിസോൾവ് ബൈ എ ഇൻറ്റേർണൽ എഗ്രിമെൻറ്റ്. അകത്തുള്ളൊരു എഗ്രിമെൻറ്റ് കൊണ്ടാണോ ഇട്ടത്? അല്ലല്ലോ, പുറത്തുള്ളൊരു എഗ്രിമെൻ്റ് അല്ലേ അവർ തയ്യാറാക്കുക. ഇത് ആരെങ്കിലും വെച്ച് പിടിച്ച് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ പ്രശ്നത്തെ നമ്മൾ പരിഹാരബോധത്തിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രശ്നത്തെ നമ്മൾ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളും കേട്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങളും മുതലാളിയുടെ പ്രശ്നങ്ങളും കേട്ട് നമ്മൾ പരിഹരിക്കുക. അതൊരിക്കലും ഇൻറ്റേർണൽ അല്ല അല്ലേ, പുറത്തുനിന്ന് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതല്ല വരേണ്ടത്. ഇനി റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ വാക്കിനകത്ത് തന്നെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം നമ്മൾ മാത്സിലൊക്കെ നമ്മൾ കേൾക്കുന്നത് അല്ലേ, റെസിപ്രോക്കൽ എന്ന് പറയും. എന്നാ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ? മാത്സിൽ നമ്മൾ റെസിപ്രോക്കൽ എടുക്കാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്നാ? എന്നതാ നിങ്ങൾ എടുത്തിട്ടുള്ളതല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പം? കേട്ടിട്ടില്ലേ? നമ്മുടെ റെസിപ്രോക്കൽ മെത്തേഡ് നമ്മൾ എടുക്കാൻ പറയില്ലേ? എന്താണ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ? നമുക്ക് ടീച്ചിങ്ങിലാണല്ലോ ഈ പറഞ്ഞ റെസിപ്രോക്കൽ ടീച്ചിങ്. എന്താണ് നമ്മൾ വൈഗോസ്കിയുടെ ആശയങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് റെസിപ്രോക്കൽ ടീച്ചിങ്. അതായത് നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷനും ഒക്കെ ആയിട്ട് നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എന്താണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളോട് പഠിപ്പിക്കുക. അത് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇപ്പോൾ നമ്മളൊരു ഒരു കൃഷിയെ പറ്റി പഠിപ്പിക്കുകയാണ്. കൃഷിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുറത്തോട്ട് ഒരു കൃഷിക്കാരനുമായിട്ട് നമ്മളൊരു കൊണ്ടുപോയി അവരെ ആ കൃഷിയിടങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ നമ്മൾ കണ്ട് മനസ്സിലാക്കി ആ കൃഷിക്കാരൻ്റെ ചെറിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് റെസിപ്രോക്കൽ ടീച്ചിങ് അല്ലേ? നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നോ റെസിപ്രോക്കൽ ലേണിംഗ്?
നമ്മുടെ സൈക്കോളജിക്കകത്ത് നമ്മൾ കണ്ടു പറഞ്ഞു അല്ലേ, നമ്മുടെ വൈഗോസ്കിയുടെ ആശയങ്ങൾ നമ്മൾ പ്രതിക്രിയ അധ്യാപനം ഓർക്കുന്നില്ലേ, റെസിപ്രോക്കൽ ടീച്ചിങ്, ആ സാധനം തന്നെ. ഇത് കുട്ടികളിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ഡയലോഗ് വഴി അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന വഴിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പറഞ്ഞ റെസിപ്രോക്കൽ എന്ന വാക്കിനർത്ഥം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടുന്ന് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ വാക്കും ചേർത്ത് നോക്കി, ശരിയാവുമോ? അതായത് ഒരു പ്രശ്നം ഫാക്ടറിയിലുള്ള ജീവനക്കാരും മുതലാളിയും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അതൊരു എന്താണ് റെസിപ്രോക്കൽ എഗ്രിമെൻ്റ് വഴി നടത്തി എന്ന് പറഞ്ഞത് ശരിയല്ലേ? അതായത് പുറത്തുനിന്നൊരു വ്യക്തിയുടെ സ്വാധീനം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കാര്യങ്ങളുടെ എന്താണ് ഒരു പക്ഷേ അവിടെയുള്ള എന്താണ് ശമ്പളം വർദ്ധിപ്പിക്കാത്തതിനോ അല്ലെങ്കിൽ അവിടെയുള്ള റോ മെറ്റീരിയൽസ് എത്താത്തതിനോ ഒക്കെ ആയിരിക്കും ഈ പറഞ്ഞ പ്രശ്നം നടത്തിയത്. അപ്പോൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളോട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നുകൊണ്ട് അവരുടെ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ വേണ്ടതാണ് റെസിപ്രോക്കൽ. ഇനി ഡിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, നമ്മൾ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടക്കിയത് പറയത്തില്ലേ, അത് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ, നമ്മൾക്ക് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലതൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്തൊക്കെ നമ്മൾ കേട്ടാൽ കേട്ടു പക്ഷേ കേട്ടു ഞങ്ങൾക്ക് പോയേക്കാം അല്ലേ, അങ്ങനെ വരുവാണെങ്കിൽ ഡിസ്റ്റൻ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അടുത്ത മാനുവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഓട്ടോമാറ്റിക് വാഹനങ്ങളും മാനുവൽ വാഹനങ്ങളും. മാനുവൽ എന്ന് വെച്ചാൽ നമ്മൾ സ്വയമായി ചെയ്യണമില്ല, മാനുവൽ ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ എല്ലാം അവർ തന്നെ ചെയ്തോളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ വേണ്ട ആൻസർ ഏതാണ്, റെസിപ്രോക്കലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾ അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുക, ഓരോ വാക്കുകൾ നമ്മൾ പുട്ട് ഓൺ ചെയ്യുക, അവിടുന്ന് അത് സ്യൂട്ടബിൾ ആകുക അല്ലെങ്കിൽ സ്യൂട്ട് ആകുക എന്ന് നോക്കുക. കാരണം നമുക്ക് ചിന്താരീതികൾ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു കോൺഫ്ലിക്റ്റ് ചോദ്യങ്ങളായത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടാക്കിക്കൊണ്ട് വരണം. ഇനിയും ഔട്ട് ഓഫ് ദി ഫോളോയിങ് ഓൾട്ടർനേറ്റീവ് ബ്രിങ്സ് ഔട്ട് ദി മീനിങ് ഓഫ് ദി ഫ്രേസൽ വെർബ് സ്പാർക്ക് ഓഫ് കേട്ടോ, സ്പാർക്ക് ഓഫ് ക്ലിയർലി. സ്പാർക്ക് ഓഫ് എന്നതിന് പകരം നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു വാക്ക് ഏതാണ്? ഓക്കെ, സഡൻലി ഹാപ്പൻ എന്നാണോ, ബിക്കം ക്ലിയർ എന്നാണോ, എൻഡഡ് എന്നാണോ, അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ എന്നാണോ? ഏതാണ് ചേർക്കേണ്ടത്? അതെ, ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, എന്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓൾട്ടർനേറ്റീവ് ബ്രിങ്സ് ഔട്ട് ദി മീനിങ് ഓഫ് ദി ഫ്രേസൽ വെർബ് സ്പാർക്ക് ഓഫ് ക്ലിയർലി. സ്പാർക്ക് ഓഫ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ്? സ്പാർക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ സഡൻലി ഹാപ്പൻ. നമ്മൾ പറയത്തില്ലേ സ്പാർക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയത്തില്ലേ ഒരു സ്പാർക്ക് ഉണ്ടാകുക, നമ്മൾ കത്തുക എന്ന് നമ്മൾ പറയത്തില്ലേ, നമ്മൾ ചിലരെ പറയില്ലേ ഇവൻ ട്യൂബ്ലൈറ്റാണ് പതുക്കെ കത്തി വരത്തുള്ളൂ, ചിലപ്പോൾ പറയില്ലേ ഇപ്പം ഞാൻ കത്തി എന്ന് പറയില്ലേ. നമ്മൾ ക്ലാസ് എടുക്കാൻ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നല്ലേ, കത്തിയോ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ കാര്യം ഒന്ന് സ്പാർക്ക് ഉണ്ടായോ എന്ന് നമ്മൾ ചോദിക്കും. ഇവിടെ നിന്ന് ചോദിക്കുന്നത് അത് തന്നെയല്ലേ ചോദിക്കുന്നത്, സ്പാർക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവുക, അല്ലെങ്കിൽ സ്പാർക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ പൊടുന്നനെ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന നിൽപ്പിൽ നമ്മൾ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് സ്പാർക്ക് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർത്ത് കേൾക്കുക, അതിന് സഡൻലി ഹാപ്പൻ എന്നാണ് പറയുന്നത്. ബിക്കം ക്ലിയർ അല്ല, എൻഡഡ് എന്ന് വെച്ചാൽ തീരുകയാണ്, അതല്ല. അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ, സന്തോഷമില്ലാത്ത ഒരു സിറ്റുവേഷനാണ് അതുമല്ല വരുന്നത് കേട്ടോ. സ്പാർക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ, സ്പാർക്ക് എന്ന് പറഞ്ഞാൽ വാക്ക് ഓർത്താൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ വയറ് തമ്മിൽ മുട്ടി ഒരു സ്പാർക്ക് ഉണ്ടാവും അല്ലേ. അതായത് അവന്മാർ തമ്മിൽ ഉണ്ടാകുമ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു സ്പാർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് കത്തുക. അങ്ങനെ വരുമ്പോൾ എന്താണ് അത് സഡൻലി ഹാപ്പൻ, പെട്ടെന്ന് സംഭവിക്കുന്ന പറയുന്ന പേരാണ് നമ്മുടെ സ്പാർക്ക് ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഇതുപോലുള്ള ചോദ്യങ്ങളുണ്ട്. ഇംഗ്ലീഷൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് അർത്ഥതലങ്ങൾ മനസ്സിലാക്കുക, അത് താഴേക്ക് വരിക, ഓപ്ഷൻസ് കുത്തുക, കറപ്പിക്കുക പോകുക, അല്ലാതെ ഈ പറഞ്ഞ പോലെ വലിയ പാടൊന്നുമില്ല ഇത് കേട്ടോ. അപ്പം എന്താണ് നമുക്ക് വൈകുന്നേരത്തെ ക്ലാസ്സിൽ ഇതിനെയൊക്കെ ഡിസ്കസ് ചെയ്യാം. കാരണം ഈ ആർട്ടിക്കിൾസിൻ്റെ കാര്യം ഇനി താഴോട്ട് വരുന്നതിനകത്തും കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്റ്റേണൽ പറയാനുണ്ട്. ആർട്ടിക്കിൾസിനകത്ത് പിന്നെ LSRW വരുന്നുണ്ട്, ഫോണോളജിക്കൽ ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വൈകിട്ടത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. വൈകിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരേണ്ടത് ഞാനിന്ന് ഗ്രൂപ്പിലിടാം. ഞാൻ 8:45 ക്ലാസ് ആരംഭിക്കും. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നമുക്ക് ചോദ്യം ചോദിക്കും, അതിന് ശേഷമായിരിക്കും നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത് കേട്ടോ. യെസ്, അപ്പം പഠിക്കുക, റിവൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വന്നാൽ അത്ര എളുപ്പമായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ താങ്ക് യു. നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ.